Hey all, welcome back to my YouTube channel. It's me, Sona here. എൻ്റെ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും വീഡിയോ എടുത്തിട്ട് സംസാരിക്കാൻ നേരത്ത് ഞാൻ ഓൾറെഡി എല്ലാം സംസാരിച്ച് കഴിയും. എന്നിട്ട് ഞാനത് പ്ലേ ചെയ്യാൻ നേരത്തായിരിക്കും ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് അതൊന്നും ക്ലിയർ ആയിട്ട് വരുന്നുണ്ടാവില്ല. അപ്പോൾ എനിക്ക് നല്ല രീതിയിലൊന്നും സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ നാട്ടുകാർ മൊത്തം കേൾക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് April 13th, വെരി സ്പെഷ്യൽ ഡേ ആണ് ഇന്ന്. ഞാൻ ഓൾറെഡി ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയാണെന്ന് അറിയാലോ. എനിക്ക് എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. രണ്ട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് മൈ പാർട്ട്ണർ. എൻ്റെ ഹസ്ബൻഡ് ബർത്ത്ഡേ ആണ്. ഒരു പാർട്ട്ണറല്ല, ഒരു സപ്പോർട്ടർ. എന്താ പറയുക, എൻ്റെ ഒരു സപ്പോർട്ടറാണ് ആൾ എന്തും കൊണ്ടും. അപ്പോൾ ആളുടെ ഒരു ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ഒരു ഡേ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അത് ഹാപ്പി ആണെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് മിക്സഡ് ഇമോഷനാണ്. ഹാപ്പി ആണെന്ന് വെച്ചാൽ ഹാപ്പിയാണ്, പക്ഷെ സങ്കടമാണോയെന്ന് വെച്ചാൽ സങ്കടമാണ്. ബിക്കോസ് ഞാൻ ഇതെൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ റിസൈൻ ഇട്ടു. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയറൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഇന്നും കൂടെ ഞാൻ എൻ്റെ വർക്ക് ബേസായിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുള്ളൂ. അല്ലാണ്ട് അത് ഹോസ്പിറ്റലായതുകൊണ്ട് പോവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് എൻ്റെ വർക്ക് ബേസായിട്ട് ഞാനിന്ന് ലാസ്റ്റ് ഡേ ആണ് പോകുന്നത്. ഞാനിങ്ങനെ അടുത്ത് വരുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഹാപ്പി ആണെന്ന് വെച്ചാൽ എനിക്ക് വർക്ക് നിർത്തുന്നതിൽ ഹാപ്പിയാണ്. ബട്ട് എനിക്ക് ഈ ഒരു വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. 1 year ആൻഡ് 6 months ഒക്കെ എൻ്റെ ഫോണിൽ സ്റ്റോറേജൊക്കെ ചില സമയത്ത് തീരാറുണ്ട്. ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചാൽ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഞാൻ വർക്ക് ബേസിൽ എനിക്ക് നൈറ്റ് അടുപ്പിച്ച് കുറേ വരുന്നുണ്ട്. മാത്രമല്ല എനിക്ക് നമ്മുടെ വർക്കല്ലാത്ത കുറേ വർക്ക് പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മെയിൻ തിങ് അതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. ഹെൽത്ത് വൈസ് ഐ എം നോട്ട് ഓക്കെ. പിന്നെ ഇത്ര നാളായില്ലേ, 1 വർഷവും 6 മാസവും ഇപ്പോൾ കഴിഞ്ഞു, 1.5 വർഷം ഏകദേശമായി. ഇനി മാത്രമല്ല എനിക്ക് വേറെ കുറച്ച് പ്ലാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കുറച്ച് ബ്രേക്ക് നിർത്താം എന്നുള്ള രീതിയിൽ. നമുക്ക് ലീവ്സ് കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ വേറെ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നിർത്തുന്നതിൽ ഞാൻ ഹാപ്പിയാണ്. ബട്ട് സങ്കടം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ ചെന്ന കുറേ കൊളീഗ്സ്, എനിക്ക് കുറേ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. കുറേ ആളുകളെ മിസ് ചെയ്യും. എനിക്ക് കല്യാണം കഴിച്ച് വന്നപ്പോൾ ഇവിടെ കൂടുതൽ മിസ് ചെയ്തത് എൻ്റെ ഫ്രണ്ട് സർക്കിളാണ്. ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ട പോലെയുള്ള രീതിയിലായിരുന്നു എനിക്കിവിടെ ആദ്യം വന്നപ്പോൾ. എനിക്കപ്പോൾ കിട്ടിയതിൽ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറച്ച് ഫ്രണ്ട്സ്, കുറച്ച് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയും, എല്ലാം കൊണ്ടും എനിക്ക് കുറച്ച് നല്ല നല്ല ആളുകളെ എനിക്കിവിടെ കിട്ടി. അപ്പോൾ അവരെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ഞാനവിടെ നിന്ന് പോയാലും ഞങ്ങൾ ചിലപ്പോൾ കാണും, സംസാരിക്കും, അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഗ്യാപ്പല്ല. അവരവരുടെ തിരക്ക്, ഞാൻ എൻ്റെ തിരക്കായിട്ട് പോകുമ്പോൾ ഒരു ഗ്യാപ്പ് എന്തായാലും വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു മിസ്സിങ്. ആൻഡ് അതർവൈസ് ഐ എം ഹാപ്പി. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാനപ്പോൾ പോവാണ്. ഞാൻ പോകുമ്പോൾ സന്തോഷത്തോടെ പോകുന്നത്. ഓക്കെ, നിർത്താൻ പോകണമല്ലോ എന്നുള്ള രീതിയിൽ. ഇന്നലെ വരെയും ഞാൻ റിസൈൻ ഇട്ടു. 1 month നോട്ടീസ് പീരീഡ് ആയിരുന്നു. പിന്നെ MDൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആളത് വാങ്ങിച്ചില്ല. അപ്പോൾ ഞാൻ പിന്നെ ഓക്കെ, കുറച്ച് ആൾ പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ നമ്മൾ പറ്റില്ല, എനിക്ക് റിസൈൻ വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. കുറച്ചാൾ നിൽക്കാമെന്ന് ഞാൻ നോക്കി. ബട്ട് എനിക്കവിടെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അത്ര എനിക്ക് മെൻ്റലി ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കവിടെ നിൽക്കാൻ ഒരു ഹാപ്പി ഇല്ല. അപ്പോൾ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ പോകുന്നു എന്ന് തോന്നിയപ്പോൾ ഓക്കെ, ഞാൻ റിസൈൻ ഇട്ടു. ഞാനൊരു ഡിസിഷൻ ഇടും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഒരു സൈഡ്. പിന്നെ വേറെ സൈഡ് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ബർത്ത്ഡേ ആണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ആൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഒരു ഗിഫ്റ്റ് ബോക്സിൽ ഫ്രെയിം ഡ്രസ്സൊക്കെ ആയിട്ട് വെച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ആയിട്ട് വെക്കാനുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഞാനിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളോട്, ഞാൻ ഡ്രസ്സ് നിനക്ക് ഏതാ വേണ്ടതെന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ ആൾ ഈ അടുത്തായിട്ട് പറഞ്ഞു, എനിക്ക് ഡ്രസ്സ് വേണ്ട, കുറേ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, ഇവരുടെ പൈസ കളയണ്ട, എനിക്കൊരു മിഠായി തന്നാൽ മതി, ഞാൻ ഹാപ്പിയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് വെറുതെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചത് പൈസ കളയരുതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പിന്നെ ഓക്കെ എന്നാൽ ശരി, ഡ്രസ്സ് വേണ്ട. കാരണം ഓൾറെഡി ഇപ്പോൾ പെരുന്നാളിനൊരു ഡ്രസ്സ് വാങ്ങിച്ചു, അത് കഴിഞ്ഞിട്ടൊരു ഡ്രസ്സ് വാങ്ങിച്ചു. അപ്പോൾ
ഇനി ഡ്രസ്സ് വാങ്ങണത് കുറച്ച് ആർഭാടമായി പോകും. അപ്പോൾ അത് വേണ്ടാന്ന് ഓർത്തു. അപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ട് ചെറിയ രീതിയിലൊരു ഗിഫ്റ്റ് ബോക്സ് എന്നുള്ള രീതിയിൽ ഫ്രെയിമൊക്കെ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കേക്ക് കിട്ടുകയാണെങ്കിൽ ഒരു കേക്കും കൂടി എന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് അത് സർപ്രൈസായിട്ട് കൊടുക്കണമല്ലോ. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ പ്രത്യേകിച്ച് ഞാനൊരു മിഠായി മാത്രം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അപ്പോൾ ആളതിൽ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ എക്സ്പ്രഷനൊക്കെ ഇട്ടു. അതിലാൾ ഹാപ്പിയാണ്. എന്നാൽ പോലും നമുക്ക് നമ്മുടെ ഒരു സന്തോഷത്തിന് എന്തായാലും നമ്മുടെ ഇത്രയും എൻ്റെ ലൈഫിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ മൈ ഹസ്ബൻഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആളുടെ ഒരു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി സ്പെഷ്യലാണ്. അപ്പോൾ അതെനിക്ക് എന്തായാലും കൊടുത്തേ പറ്റൂ. ഞാൻ ഹസ്ബൻഡ് മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും എനിക്ക് അവരെ എല്ലാവരും സർപ്രൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്, ഇനീഷ്യേറ്റീവ് എടുത്ത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായ ഒരു വ്യക്തിക്ക് ഞാനത് കൊടുക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, എന്നാലും ഓവറായിട്ട് നമ്മൾ ആർഭാടമായിട്ട് പൈസ കളഞ്ഞ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ആൾക്കൊരു ഹാപ്പി ആവുന്ന രീതിയിൽ, ആൾ ഹാപ്പി ആവുന്നുണ്ടോ അതിലാണ് കാര്യം. അപ്പോൾ ആ രീതിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പോവാണ്, ബാക്കി വിശേഷങ്ങൾ കാണാം. അതിനു മുമ്പ് ഞാൻ രാവിലെ അവനക്കൊരു മിഠായി കൊടുത്തു, അത് പോയി കണ്ടിട്ട് വരും. കുട്ടാ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇത് ഞാൻ 1 month മുമ്പേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഞാൻ റിസൈൻ ഇടാമെന്ന് തീരുമാനിച്ചു. അപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഒരു മാസം മുമ്പ് കൊടുക്കണമല്ലോ, നോട്ടീസ് പീരീഡ് അല്ലേ. അപ്പം അതിന് മുമ്പ് ഞാൻ എഴുതിയതാണിരുന്നത്. അപ്പോൾ ജസ്റ്റ് എടുത്തു എന്നുള്ളൂ. ഇതെൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. ഞാൻ ലാസ്റ്റായിട്ട് ഡ്യൂട്ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ദിവസം. അത് ജസ്റ്റ് ഞാൻ കുറച്ച് വീഡിയോസ് ക്ലിപ്പ് എടുത്തെന്നും മാത്രമേ ഉള്ളൂ. ബട്ട് അന്നത്തെ ദിവസം നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ തന്നെ ഞാൻ മറന്നുപോയി. അതിന് സമയം ഉണ്ടായിരുന്നില്ല, ഫുള്ള് തിരക്കായിരുന്നു. അപ്പോൾ ഇനി നാളെ ഒരു മെമ്മറീസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ ജസ്റ്റ് എടുത്തു എന്ന് മാത്രം. എനിക്ക് ഒരു ഈവനിങ് എനിക്കൊരു മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ ജസ്റ്റ് ഇടിയിലാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മേളിലേക്ക് എൻ്റെ ക്യാബിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മളെന്തായാലും ഭാവിയിൽ നമുക്കിഷ്ടമല്ല എന്ന് തോന്നുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിൽ ഹാപ്പി ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളപ്പം തന്നെ അത് ഡിസിഷൻ എടുക്കണം. ഞാൻ ആദ്യം ഒരു ഡിസിഷൻ എടുത്തു, റെസിഗ്നേഷൻ ഇടാമെന്നൊരു തീരുമാനം എടുത്തു. സാറിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. സാർ ബട്ട് അത് വാങ്ങിച്ചില്ല. അപ്പോൾ ഞാൻ പിന്നെയും ഹോൾഡ് ചെയ്യാം, ഇവിടെ നിൽക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ എൻ്റെ മനസ്സിനെ മാറ്റിയായിരുന്നു. പക്ഷേ എനിക്കവിടെ പിന്നെയും ഒരു ബുദ്ധിമുട്ട്, ഒരു ഹാപ്പി അല്ലാത്ത രീതിയായപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് റിസൈൻ ഇട്ടു. ഇത് ഞാൻ പിറ്റേ ദിവസം ക്ലിയറൻസ് വാങ്ങാൻ വേണ്ടി വന്ന ദിവസമാണ്. അന്ന് ID കാർഡൊക്കെ ഞാൻ കൊടുത്തു. ക്ലിയറൻസ് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് എല്ലാ ഇൻചാർജിൻ്റെയും നമ്മൾ സൈൻ വാങ്ങണം. പിന്നെ എൻ്റെ ഓരോ ഫ്രണ്ട്സ്, എല്ലാ കൊളീഗിനെയൊക്കെ മാക്സിമം ഞാൻ എല്ലാവരെയും പോയി കണ്ടു. കാരണം എല്ലാവർക്കും തിരക്കാണ്. എന്നാലും കുറച്ച് ആളുകളൊക്കെ പറയാൻ വിട്ടുപോയി. അത് കുഴപ്പമില്ല, എന്തായാലും ഒരു വീക്ക് കഴിയുമ്പോൾ ഞാൻ അതിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരും. അപ്പോൾ എല്ലാവരെയും കണ്ട് ഒന്നും കൂടി ഒന്ന് ബൈ പറയണം. പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ്. കാരണം എൻ്റെ ഒരു ചെയർ, സിസ്റ്റം, ഫോണ്, ഇതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാണെങ്കിലും പക്ഷേ ഇപ്പോൾ ഓർക്കുമ്പോൾ വല്ലാത്തൊരു മിസ്സിങ് ആണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നാളത്തെ വേറെ എന്തെങ്കിലും നല്ലത് വരാനായിരിക്കാം എന്ന് വിശ്വസിക്കുന്നുണ്ട്. സന്തോഷമായിട്ടിരിക്കുക. നല്ല കുട്ടിയാണ്. ഇവിടുന്ന് കിട്ടിയ എല്ലാ പാഠങ്ങളും എന്നും ലൈഫിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാതാക്കുക. പിന്നെ എന്നാലും നമുക്ക് മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. അപ്പോൾ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്. വേഗം ആഗ്രഹങ്ങളൊക്കെ വേഗം നടക്കട്ടെ. അപ്പം കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, ബൈ. അങ്ങനെ ഞാൻ അസീസിന് ഗുഡ് ബൈ പറഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഓർത്തത് എൻ്റെ ഹസ്ബൻഡ് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ സർപ്രൈസ് ഒന്നും കൊടുത്തിട്ടില്ല. കേക്ക് സർപ്രൈസ് പൊളിഞ്ഞു. കാരണം ആൾ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കാൻ പോയപ്പോൾ കേക്ക് ഇരിക്കണുണ്ടോ, അത് കുഴപ്പമില്ല, അത് പൊളിഞ്ഞു. പക്ഷേ ഗിഫ്റ്റ് കൊടുക്കുന്നത് ആൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഇതിന് മുമ്പ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഒരു ഉച്ച ടൈമിൽ, വൈകുന്നേരമൊക്കെ ആവും. ഇത്രയും ലേറ്റായിട്ട് അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ ആൾ വിചാരിച്ചു ഇനി ഗിഫ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഓൾറെഡി ആൾ പറഞ്ഞാണല്ലോ ഗിഫ്റ്റൊന്നും വാങ്ങണ്ട, ജസ്റ്റ് മിഠായി തന്നാൽ മതിയെന്ന്. അപ്പോൾ ആൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ രീതിയിൽ ഒരു ഫ്രെയിം, കുറച്ച് ചോക്ലേറ്റ്, കുറച്ച് ഫ്ലവേഴ്സൊക്കെ ആയിട്ടാണ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തത്. ഇത് ചെയ്തിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് അഫീഫ. അവൾക്കൊരു പേജുണ്ട്, ഇൻസ്റ്റാ പേജുണ്ട്, ക്രാഫ്റ്റ് അങ്ങനെ എന്തോ ഒരു പേജാണ്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവൾ ചെയ്തു തന്നാണ്. നല്ല വർക്കാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഹസ്ബൻഡിന് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഹസ്ബൻഡ് എന്നിട്ട് എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യാനുള്ള ഇതിൽ നമ്മൾ
പോവാണ്. കേക്ക് കട്ട് ചെയ്യണ നേരത്താണ് എൻ്റെ നാത്തൂൻ വിളിച്ചത്. ആളും പിന്നെ കുട്ടി ഉണ്ടായിരുന്നു. കാരണം കേക്ക് കട്ട് ചെയ്യാൻ നേരത്ത് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടണമല്ലോ. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി എന്നിട്ട് കേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ നേരത്ത് അവനും നമ്മളെയും കാട്ടി ആക്ടിങ് ആയിരുന്നു. നമ്മൾ കാണിക്കണതിനേയും കാട്ടി അപ്പുറം ആക്ടിങ്ങാണ് അവൻ ചെയ്യുന്നത്. അവനിപ്പോൾ 2 വയസ്സാണ്. എന്നാലും അവനക്ക് ആ ഒരു നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അതെടുത്ത് ചവച്ച് തിന്നാനും ഹാപ്പി ബർത്ത്ഡേ പറയാനും ഒക്കെ ഉള്ളൊരു ആ ഒരു ബുദ്ധി വെച്ച് തുടങ്ങി അവനക്ക്. എന്തായാലും നല്ല കുറുമ്പനാണ്, കാണുന്ന പോലെ ഒന്നല്ല. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ അന്നത്തെ ദിവസം ഒരു ഹെക്ടിക്കായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്ന് ഫുള്ളൊരു ബിസി ഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്.